കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം നിങ്ങളുമായിട്ട് ഒരു ചിന്ത പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ വന്ദനം. എൻ്റെ പേര് ജിബിൻ എന്നാണ്. എൻ്റെ സ്വദേശം തൃക്കണമംഗലാണ്, കൊട്ടാരക്കരയാണ്. എൻ്റെ ജനനം മുതലേ ഞാൻ ദൈവത്തിനു വേണ്ടി വേല ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു പൈതലായിരുന്നു. അന്നേരം എൻ്റെ ജനനമെന്ന് പറയുകയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശത്രുവായവൻ എന്നെ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടയായത്. ജനിച്ചതിന് ശേഷം അധികമായി കഷ്ടങ്ങളിൽ കൂടി ശോധനയും കൂടി എല്ലാം കടന്നുപോയി. എങ്കിലും അവിടെ എല്ലാം ദൈവം എന്നെ ദൈവത്തിൻ്റെ വേലയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയ ദൈവകൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ 2 ദിവസം മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് സംസാരിച്ച എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. ഗലാത്യർ 1:15. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദം തോന്നിയപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ ഞാൻ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അതായത് നമ്മളിൽ ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ വചനം പ്രയോജനമായെന്ന് ചോദിച്ചാൽ ഇതിന്റെ വരികൾ തന്നെയാണ്. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചത്. അന്നേരം നമ്മളെ വേർതിരിക്കുന്നത്, പൗലോസിനെ വേർതിരിച്ചതെന്ന് പറഞ്ഞാൽ അവന്റെ ജനനം മുതലാണ്. അന്നേരം ജനനം മുതൽ നമ്മെ വേർതിരിച്ച് നമ്മളെ ദൈവത്തിന്റെ വേലയ്ക്കായി എന്നെ വേർതിരിച്ചപ്പോൾ ഞാൻ ഒരു മാംസരക്തങ്ങളോടും ഒരു മനുഷ്യരോടും എൻ്റെ അഭിപ്രായം ചോദിക്കാൻ പോയില്ല. അതായത് നമ്മളെ കർത്താവ് വേലയ്ക്ക് വേർതിരിക്കുമ്പം വേലയ്ക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണിത്. എങ്കിലും അവരുടെ ജാതികളുടെ ഇടയിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ, അന്നേരം യേശുവിനെ വെളിപ്പെടുത്തുവാൻ മാംസരക്തങ്ങളോട് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു അപ്പോസ്തലന്മാരോടോ ഒരു പാസ്റ്റർമാരോടോ ഒരു പ്രവാചകന്മാരോടോ നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടല്ല ദൈവത്തിന്റെ വേല ചെയ്യാനുള്ളത്. അതായത് നമ്മളെ വിളിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലോക സ്ഥാപനത്തിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ് പൗലോസിനെ ദൈവം വേലയ്ക്കായി വേർതിരിച്ചത്. അന്നേരം നമ്മൾ ഈ ഒരു ദൗത്യം ദൈവം നമ്മളിൽ തന്നിട്ടുണ്ടെങ്കിൽ പൗലോസ് വേറെടുത്ത് പറയുന്നുണ്ട്, ഈ പ്രശംസിക്കാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇതൊരു നിർബന്ധമാണ്. ദൈവവേല ചെയ്യുക. ഞാൻ എവിടെങ്കിലും പോയി ഒരു സുവിശേഷം അറിയിക്കുകയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടി എനിക്കൊരു സംതൃപ്തിയുണ്ട്. വേറെ ഈ ലോകത്ത് എന്തൊക്കെ വേല ചെയ്താലും എവിടൊക്കെ പോയി എന്തൊക്കെ ജോലി ചെയ്താലും കിട്ടാത്ത ഒരു സംതൃപ്തി 2 സുവിശേഷം അറിയിക്കുകയും ദൈവത്തിന്റെ വേല ചെയ്യുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് ജഡരക്തങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് പറയുന്നു, ഞാൻ ജഡരക്തങ്ങളോട് ആലോചിക്കാതെ പുറപ്പെട്ടു പോയി, മാംസരക്തങ്ങളോടോ അപ്പോസ്തലന്മാരോടോ ചോദിച്ചില്ല. ഇവിടെ അന്നേരം നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി നമ്മൾ എത്ര സുവിശേഷത്തിന്റെ എവിടൊക്കെ അറിയിക്കാമോ നമുക്ക് അറിയിക്കുക അത്രേ വേണ്ടത്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഡോക്ടർ തന്നെ പറഞ്ഞു ഇവനൊരു ചാവുപിള്ളയായിട്ട് വെളിയിൽ വരേണ്ടതായിരുന്നു. എങ്കിലും അവിടെ ദൈവത്തിന്റെ സ്നേഹം എന്നെ തേടി വന്നു. അമ്മയുടെ കരച്ചിൽ, ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഈ ഭൂമിയിലേക്ക് വന്നത്. ജനിച്ചപ്പോൾ തൊട്ട് മുഴുവൻ യോസഫിന്റെ കൂടെ ഇരുന്നതുപോലെ ഒരു ദൈവ സാന്നിധ്യം, ഒരു കൃപ, ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. എല്ലാവരും നമ്മൾ ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ ദൈവം വിളിച്ചെന്നൊരു പൂർണ്ണമായൊരു നിശ്ചയമുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയി സുവിശേഷം അറിയിച്ചാലും ദൈവവേല ചെയ്താലും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി കർത്താവിന്റെ വരവ് വരെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ.